ജോബിൽ ഒരു ഹൈലി പെയ്ഡ് അച്ചീവർ ആവുന്നത് എങ്ങനെയാണ്? ഇതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. SM ടോക്സ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ജോബ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഹൈലി പെയ്ഡ് ആയിട്ട് അച്ചീവ്മെന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറുക എന്നൊരു ഇന്റൻഷൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സ്മാർട്ട് മൂവ്സ് എന്ന് പറയുന്നത് ഒരു HR റിക്രൂട്ട്മെന്റ് ഫേം ആണ്. ഹാഫ് സാലറി പോലത്തെ വലിയ ചാർജസ് ഒന്നുമില്ലാതെ ചെറിയൊരു രജിസ്ട്രേഷൻ എമൗണ്ടോടുകൂടി റെഗുലർ ആയിട്ടുള്ള വേക്കൻസി അപ്ഡേറ്റ് ഏകദേശം ഒരു വർഷത്തോളം നിങ്ങൾക്ക് സ്ഥിരമായിട്ട് അറിയാനായിട്ട് സ്മാർട്ട് മൂവ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡിജിറ്റൽ ട്രെയിനിങ്ങിലും CV കറക്ഷൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് കൂടി തന്നെ വളരെ പെട്ടെന്ന് പ്ലേസ്ഡ് ആവാനായിട്ട് സ്മാർട്ട് മൂവ്സ് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസിലേക്ക് വരാം. അതായത് ജോബിൽ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഒരു അച്ചീവർ ആവുക എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പൊ അതിന് ഏകദേശം ഒരു എന്താ പറയുക ക്വാളിറ്റി സെറ്റ് പറയുകയാണെങ്കിൽ ഒരു 8ഓളം ക്വാളിറ്റീസ് ആവശ്യമാണ്. അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കാം, എന്നാൽ പോലും ഒരിക്കൽ കൂടി കേൾക്കുന്ന സമയത്ത് നിങ്ങളെ അത് വളരെയധികം റിനോവേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഓൾവേസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് ഹൈലി പെയ്ഡ് ആയിട്ടൊരു അച്ചീവ്മെന്റ് ആണ് വേണ്ടതെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ് എന്താണ് ദേ വോണ്ട് ടു ഡു എന്നുള്ളത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലാരിറ്റി. അതാണ് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഫോക്കസിങ് ഓൺ ദ ഗോൾസ്. അതായത് എന്തൊക്കെയാണ് ഗോൾ എന്നുള്ളത് അവർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമാണ് അവർ സ്ട്രക്ക് ആവുന്നത്. അതായത് ആ ഒരു അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ, അതിനെക്കുറിച്ചുള്ള ആക്ഷൻ പ്ലാൻ, അതിലേക്ക് മാത്രം വരിക എന്നതാണ് സെക്കൻഡ്ലി പറയാനുള്ളത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വെരി പാഷനേറ്റ്. അതായത് പാഷനേറ്റ് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കോംപ്രമൈസിലും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള സാക്രിഫൈസസിനും ദേ റെഡി. അതാണ് ഒരു പാഷന്റെ ഒരു ഫസ്റ്റത്തെ ഒരു സൈൻ. അല്ലെങ്കിൽ അത് അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് വളരെയധികം ആ ഒരു രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് റിസൾട്ടിൽ എത്തും എന്നുള്ളത് 100% ഉറപ്പാണ്. അതുപോലത്തെ നാലാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഇതിനൊന്നും പ്രോകാസ്റ്റിനേറ്റ് ചെയ്യില്ല. അതായത് നീട്ടിവെക്കുക എന്ന് പറയാൻ പലപ്പോഴും വരാറുണ്ട്. അതായത് ഈ കാര്യം നമ്മൾ ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്യുന്നു, അത് പിന്നീട് ചെയ്യാമെന്ന ഒരു തോട്ട് പ്രോസസ്സ് വരുമ്പോൾ അത് നീട്ടിവെക്കലാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ തന്നെ കൃത്യമായിട്ട് ആക്ഷൻ പ്ലാനിൽ എത്തിക്കാനായിട്ട് പോസിബിൾ ആണ്. അതുപോലെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ക്രിയേറ്റിംഗ് ദെയർ ഓൺ ഓപ്പർച്യൂണിറ്റി. സ്വന്തമായിട്ട് അവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ അവസരങ്ങൾ വരട്ടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം വരും എന്നുള്ള പ്രതീക്ഷന് പകരം അങ്ങനത്തെ ക്രിയേഷൻ ആണ്, ഓപ്പർച്യൂണിറ്റികൾ നിർമ്മിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ദേ ഹാവ് ഓൾവേസ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. അതായത് പല കാര്യങ്ങളിൽ ഉണ്ടാവുന്ന ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസിന് പകരം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് മറ്റൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇനിയുള്ള രണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനും അവർക്ക് കൗണ്ട് ചെയ്യാനായിട്ട് അറിയാം. എന്തൊക്കെയാണ് അതിനകത്തുള്ള പോസിബിലിറ്റി ഉണ്ടായത്, അതിനകത്തുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നത് കൃത്യമായിട്ട് കൗണ്ട് ചെയ്തെടുക്കാനും ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ദേ ആർ ടൈം ബൗണ്ടഡ് ബൈ ദെംസെൽഫ്. അവർക്ക് ഓരോ കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ടൈം ഫ്രെയിം ക്രിയേറ്റ് ചെയ്തിട്ട് അതിലാണ് ഇതൊക്കെ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരു സാധാരണ എല്ലാവരുടെ ജീവിതത്തിലും ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഇതുപോലെ തന്നെ അച്ചീവ്മെന്റ് അതുപോലെ തന്നെ കൃത്യമായിട്ട് ഹൈലി പേയ്മെന്റിലേക്കുള്ള ഒരു യാത്രയിലാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ മേക്ക് എ ഗ്രേറ്റ് റിസൾട്ട് ഔട്ട് ഓഫ് ഇറ്റ്. ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിനെ കുറിച്ചിട്ട് നിങ്ങളുടെ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഒത്തിരി എക്സ്പീരിയൻസസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മുടെ കമന്റിൽ ഒന്ന് ലൈവ് ആക്കുക. അതുപോലെ തന്നെ സ്മാർട്ട് മൂവ്സ് എന്ന് പറയുന്നത് ഒരു HR റിക്രൂട്ട്മെന്റ് ഫേം ആണ്. നിങ്ങൾക്ക് വേണ്ട വേക്കൻസി അപ്ഡേറ്റ് കേരളത്തിലുള്ള 14 ഡിസ്ട്രിക്റ്റുകളിൽ നിന്നുള്ള വേക്കൻസി അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് എത്തിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന സമയത്ത് സ്ക്രീനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് പെട്ടെന്ന് നിങ്ങളുടെ CV ഷെയർ ചെയ്യുക. ഹാഫ് സാലറി പോലത്തെ ഒരു വലിയ ചാർജസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ പ്ലേസ്ഡ് ആവാൻ സ്മാർട്ട് മൂവ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.